നമ്മുടെ പൈലപ്പഞ്ചായത്തിൻ്റെ കഠിനമായ പ്രയത്നവും അതോടൊപ്പം കൂടെ നിന്ന നാട്ടുകാരുടെ നല്ല സഹകരണവും കൊണ്ടാണ് നാട്ടുകാരുടെ എന്ന് വെച്ചാൽ നാട് മൊത്തം എല്ലാവരും കൂടുതൽ സഹകരിച്ചതിനാലാണ് നമുക്ക് ഇങ്ങനെ ഒരു അംഗനവാടി നമ്മുടെ വാർഡിനും നഗരസഭയ്ക്കും കിട്ടാൻ കാരണം. എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നമ്മുടെ ചാലക്കുടി നഗരസഭ മുൻ ചെയർമാൻ പൈലപ്പേട്ടൻ്റെ വാർഡിലാണ്. നമ്മുടെ ഈ നോയൽറ്റി റോഡ് എന്ന് പറഞ്ഞ റോഡിലൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പറയിലാണ്ട ഒരു കിടിലൻ അംഗനവാടിയാണ്. ഞങ്ങൾ ചാലക്കുടി നഗരസഭയിൽ ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ തന്നെ പറയാം, ഇങ്ങനൊരു അംഗനവാടി ഉണ്ടാവില്ല. അംഗനവാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ തോന്നുക, അംഗനവാടി എന്ന് പറഞ്ഞാൽ വളരെ സാധാരണക്കാരായ ആളുകളെ കുട്ടികൾ പഠിക്കുന്ന വളരെ ഇടുങ്ങിയ ഒരു മുറിയും അതല്ലെങ്കിൽ അങ്ങനത്തെ സൗകര്യങ്ങൾ കൂടിയിട്ടുള്ള ഒരു സംഗതി അംഗനവാടി. അതാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു അംഗനവാടിയുടെ ചിത്രം. അവിടെ ഒരു അമ്മണി ടീച്ചർ ഉണ്ടാവും, പിന്നെ കുറച്ച് കുട്ടികളുണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ. പക്ഷേ ഇത് എൻ്റെ പിറകിൽ കാണുന്ന ഈ കെട്ടിടം നിങ്ങൾ കാണാം. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജനപ്രതിനിധിയുടെ ഇച്ഛാശക്തിയും ഇവിടുത്തെ നാട്ടുകാർ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരു വലിയ കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഈ അംഗനവാടി ഇവിടെ നിർമ്മിക്കാനും ഇതിൻ്റെ സ്ഥലം മേടിച്ചെടുക്കാനും. അതാണ് ആദ്യം പറയേണ്ടത്. ഏകദേശം 1 കോടി രൂപയോളം ആണ് ജനകീയ പങ്കാളിത്തത്തോടെ ഇവിടെ ഈ സ്ഥലം മേടിച്ചത്. ഈ സ്ഥലത്ത് നിന്ന് 3 സംരംഭങ്ങളാണ് നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത്. ഒന്ന് എൻ്റെ പിറകിൽ കാണുന്ന ഈ ഹൈടെക് അംഗനവാടി. ഈ അംഗനവാടിയുടെ ഉള്ളിലേക്ക് നിങ്ങൾ കയറി ചെല്ലൂ. കുട്ടികൾക്ക് ഇനി വലിയ സന്തോഷമായിരിക്കും. കാരണം ഈ ഇടുങ്ങിയ മുറിയും അതൊക്കെ മാറി കുട്ടികൾക്ക് സ്വപ്നങ്ങൾ കാണാൻ പറ്റുന്ന രീതിയിലുള്ള വിശാലമായ ഹാളും അതുപോലെ തന്നെ സൗകര്യങ്ങളുമുള്ള മനോഹരമായിട്ടുള്ളൊരു അംഗനവാടി കെട്ടിടമാണ് നാളെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഞായറാഴ്ച. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് വയോജന മന്ദിരം, അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് ഹെൽത്ത് സെന്റർ. ഏകദേശം ഈ നാടിൻ്റെ ഒരു വലിയ വികസനമാണ് ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, ഇതിനൊക്കെ ഫണ്ട് കണ്ടെത്തിയിരിക്കുന്നതും അതുപോലെ തന്നെ ഇതിന് സ്ഥലം മേടിച്ചതും ഒക്കെ ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണമെന്ന് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്ന നമ്മുടെ പൈലപ്പേട്ടൻ്റെ ഒരു ഇച്ഛാശക്തിയും അദ്ദേഹത്തോടൊപ്പം ഇവിടുത്തെ ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം വന്നിട്ടുള്ളത്. അംഗനവാടിക്ക് ഏകദേശം 56 ലക്ഷം രൂപ നഗരസഭ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 50 ലക്ഷം രൂപ വയോജന മന്ദിരത്തിന് MP യുടെ ഫണ്ട്, അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഹെൽത്ത് സെന്ററിന് MLA ഫണ്ട് ഉണ്ട്. അങ്ങനെ 3 സംരംഭങ്ങൾ ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ്. മന്ത്രി റോഷി അഗസ്റ്റിനും അതുപോലെ തന്നെ VD സതീശനും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവിടെ വരുന്നത്. തീർച്ചയായിട്ടും ജനപ്രതിനിധികൾ ഇങ്ങനെയാവണം. ഇതാണ് അംഗൻവാടി, ഇതാണ് വികസനം. എല്ലാ ചാലക്കുടിക്കാരും ഈ ജനകീയ വികസനത്തിന്റെ ഉദ്ഘാടന ചടങ്ങായിട്ടുള്ള ധന്യമുഹൂർത്തത്തിലേക്ക് ഈ ഞായറാഴ്ച എത്തിച്ചേരണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ആ ഹൈടെക് അംഗനവാടിയിലേക്ക് ഒന്ന് കയറി ചെല്ലാം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അംഗനവാടി കിട്ടിയതിനെ കുറിച്ചും ഇതിന്റെ സാഹചര്യങ്ങളെ കുറിച്ചും ഒന്ന് പറയാമോ? ഞങ്ങൾ 2007 ജൂൺ മാസത്തിലാണ് നമ്മുടെ ഈ 7ാം വാർഡിൽ അംഗനവാടി തുടങ്ങിയത്. അന്നത്തെ സാഹചര്യത്തിൽ സ്ഥലമില്ലാത്തതിനാൽ എൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു അംഗനവാടി ആരംഭിച്ചത്. അന്ന് ഒരു 22-23 കുട്ടികൾ ഞങ്ങൾ അംഗനവാടിയിലുണ്ടായിരുന്നു. വീട്ടിലെ ഒരു കാർ പോർച്ചിൽ വെച്ചിട്ടാണ് ഞങ്ങൾ അംഗനവാടി ആരംഭിച്ചത്. ഇപ്പോൾ പൈലപ്പഞ്ചേട്ടൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് പിന്നീട് നമുക്കൊരു അംഗനവാടി നല്ലത് പണിയാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ വീട്ടിൽ നിർബന്ധിച്ചപ്പോൾ ഞാൻ തുടങ്ങിയത്. അതൊരു 6 വർഷക്കാലം എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു അംഗനവാടി ആരംഭിച്ചത്. അതിനുശേഷം ഞങ്ങൾ വീട് കൊടുക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പൈലപ്പഞ്ചേട്ടൻ്റെ സ്ഥലമായ കനാൽ പാലത്തിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് ഞങ്ങൾ അംഗനവാടി ഷെഡ് കെട്ടി അവിടെ ഒരു 4 വർഷക്കാലം അംഗനവാടി തുടർന്നുകൊണ്ടിരുന്നു. അതിനുശേഷം 2017 നോർത്ത് ചാലക്കുടി പള്ളി ജംഗ്ഷനിലാണ് നമ്മുടെ അംഗനവാടി പിന്നെ തുടങ്ങിയത്. അവിടുത്തെ സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിരുന്നു. കുട്ടികളാണെങ്കിൽ നമുക്ക് 26 കുട്ടികളോളം അംഗനവാടികളിൽ ഉണ്ടായ സാഹചര്യമുണ്ട്. നമുക്ക് കുട്ടികളെ ഇരുത്താനോ അതുപോലെ തന്നെ ഒരു മീറ്റിംഗ് കൂടാനോ അവർക്ക് എന്തെങ്കിലും അങ്ങനെ കായികമായിട്ടും കലാപരമായിട്ടൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്കവിടെ ഉണ്ട്. അത് കണ്ടാണ് നമ്മുടെ പൈലപ്പഞ്ചേട്ടൻ നമ്മുടെ നാട്ടുകാരുടെ സഹകരണത്തോടെ, നാട്ടുകാരെന്ന് വെച്ചാൽ നമ്മുടെ നാട് മൊത്തം ഇതിൽ മുൻകൈ എടുത്ത് സഹകരിച്ചിട്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു അംഗനവാടി ഹൈടെക് അംഗനവാടി വന്നത്. അതിയായ സന്തോഷം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. ഇതിപ്പോ ഈ അംഗനവാടിക്ക് എന്തോരം സ്ഥലമുണ്ട്? ഇതിപ്പോ 7 സെന്റ് സ്ഥലം അംഗനവാടിക്ക്. 7 സെന്റിലാണ് നമുക്ക് അംഗനവാടി മാത്രമായിട്ട് ഹൈടെക്കിൽ 2500 സ്ക്വയർ ഫീറ്റിൽ പണിതേക്കണം. കുട്ടികൾ എന്തോരുണ്ട്? ഇപ്പോൾ നിലവിൽ ഞങ്ങൾക്ക് അവിടെ 16 കുട്ടികളുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു 5 കുട്ടികളോളം കൂടുതൽ വരാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ വിടാൻ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഈ വാർഡിൽ കുട്ടികൾ കൂടുതലുള്ള ഏരിയയാണ്.